ഞാൻ നമ്മുടെ ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ചെമ്പകപ്പൂവ് രണ്ടെണ്ണം പറിക്കാൻ വന്നിട്ട് നല്ല മഴയാണ്. ഈ സമയത്ത് ഒത്തിരി പൂക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെമ്പകം എല്ലാ സമയവും ഒന്നോ രണ്ടോ പൂ തരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വന്നതാണ്. എൻ്റെയൊക്കെ സ്കൂൾ പഠിത്തം കിടങ്ങൂർ സെൻറ് ജോസഫിലായിരുന്നു. കിടങ്ങൂർ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ചെമ്പകം, വെള്ള ചെമ്പകപ്പൂ ഉണ്ടാവുന്ന ചെമ്പകപ്പൂ മരം ഉണ്ടായിരുന്നു. രാവിലെ സ്കൂളിലേക്ക് വരുന്നതേ ഈ ചെമ്പകപ്പൂവിൻ്റെ ഒരു അല്ലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ എപ്പോഴും ഞാൻ ഓർക്കുന്നതാണ്. എന്തൊരു സുഖമുള്ള ഒരു കാലമായിരുന്നു അതെന്നറിയോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷമായിട്ട് നമ്മുടെ ഈ ഒരു ചട്ടിയിൽ ഞാനൊരു നഴ്സറിയിൽ നിന്ന് ഹൈബ്രിഡ് ഇനത്തിലുള്ള ഈ ചെമ്പക തൈ വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പൂവുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1-2 കൊല്ലം കൂടുമ്പോൾ ആ ചട്ടിയിലെ മണ്ണൊന്ന് ഇളക്കി കാട്ടി കളഞ്ഞിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. വേറെ യാതൊരു കെയറിങ്ങും ഇല്ല. അപ്പം ഞാനിതിൻ്റെ കുറച്ച് പൂക്കൾ പറിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതുപോലെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെമ്പകപ്പൂവ് ഉള്ള ചെമ്പകം വാങ്ങാൻ പറ്റും. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര വലിയ മരമാവണമെന്നൊന്നുമില്ല. ഈ ഒരു 2-3 പൂവ് വിരിഞ്ഞ് നിന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു പൂന്തോട്ടത്തിൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ നല്ലൊരു സുഗന്ധമാണ്. അപ്പം ഞാനത് കുറച്ച് പൂക്കൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മുടെ കാണുന്ന കൂട്ടുകാരികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ലാങ്കി, ഇതുണ്ടോ, ഇത് നമ്മുടെ ലാങ്കി എന്നൊക്കെ പറയും. ഇതും ഇതുപോലെ തന്നെ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മുടെ റംബൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഒക്കെ കൊഴിഞ്ഞു വീഴാണ്. പഴുക്കുന്നതിന് മുമ്പേ കൊഴിഞ്ഞു വീഴാണ്. ഒക്കെ താഴെ വീണ് കിടക്കുക. ഞാൻ ഇവിടെ ഇതേപോലെ ആണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സൈഡിൽ വെയിൽ കിട്ടുന്ന തരത്തിൽ നമ്മുടെ ലോണൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ വെറുതെ ചട്ടിയിൽ വെച്ചിട്ടുള്ളൂ. നമുക്ക് വലിയ കയറിങ്ങൊന്നുമില്ല. ഇച്ചിരി വലിപ്പമുള്ള ചട്ടിയാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ലാങ്കി ആയിക്കോട്ടെ, ചെമ്പക ആയിക്കോട്ടെ, ഇതിൻ്റെ 2 കളറുണ്ട് കേട്ടോ. ഇത് വൈറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. യെല്ലോ ഉണ്ട്, റെഡ് കളർ, ഒരു ഏകദേശം ഒരു ചെറിയ ഡാർക്ക് കളർ വരുന്ന രീതിയിലുള്ള ചെമ്പകപ്പൂവുണ്ട്. അപ്പം ഞാനിത് സാധാരണ ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഹാളിൽ നമ്മുടെ പ്രാർത്ഥന ഏരിയയുടെ ഭാഗത്ത് വെക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു നല്ലൊരു മണമായിരിക്കും. പിന്നെ ഞാൻ ഒരെണ്ണം അടുക്കളയിൽ വെക്കും. അടുക്കളയിലാണ് കൂടുതലും നമ്മൾ പെരുമാറുക. വളരെ പോസിറ്റീവ് ഒരു മൂഡാണ് നമ്മൾ ഈ ചെടികളെ സ്നേഹിക്കുമ്പോൾ. അപ്പോൾ ഈ ലാങ്കിയുടെയും ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.